സാറ് ഞാൻ 15 ദിവസത്തെ ലീവിന് അബുദാബിയിൽ നിന്ന് വന്നതാണ്. വരുന്ന വഴിയാണ്. വരുന്നിട്ട് 2-3 ദിവസമായി. ഇരിക്കും. എന്താ കാര്യം? എനിക്ക് 2 വീടുണ്ട്. അപ്പോൾ അതിൻ്റെ കരമടച്ച് നമ്പർ മേടിക്കണം. അത് ശരി. ആ വരണം വരണം കോൺട്രാക്ട് സാറേ. ഒന്നെണീക്കൂ. വീടിൻ്റെ എണീക്കൂ. മാറി. എന്താ കാര്യം? എൻ്റെ സൂതൻ സാറേ, എത്ര ലക്ഷം രൂപ ഞാനിവിടെ അടച്ചിട്ടാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ പരസ്യത്തിന്റെ കരാർ എനിക്ക് തന്നെന്ന് സാറിന് അറിയാലോ. അതിനിപ്പോ എന്താ കുഴപ്പം? പരസ്യം എവിടെയെങ്കിലും ഇല്ലായ്മയുണ്ടോ? ഇനി എവിടെയെങ്കിലും ഫ്ലക്സ് വെക്കാണ്ടോ? ഫ്ലെക്സ് വെക്കാനല്ല, ഞാൻ കരാറെടുത്ത സ്ഥലത്ത് എന്റെ അനുവാദം ഇല്ലാതെ വേറൊരാൾ കൊണ്ടെന്ന് ബോർഡ് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? ഒന്നും ആലോചിക്കരുത്, വലിച്ചു കീറി കളയണം. എന്നിട്ട് വേണം അവരെന്നാ വലിച്ചു കീറാൻ. അതിപ്പോ ആരെയും പരസ്യം വെച്ച് സാർ ഇതൊരു മൂലക്കുരു ഭേദപ്പെടുത്തി തരുമെന്നും പറഞ്ഞ് അവൻ കൊണ്ടുവന്ന് എൻ്റെ ഏരിയയിൽ മുഴുവൻ പരസ്യം വെച്ചേക്കാണ്. ആളെ വേണേ ഞാൻ വിട്ടുതരാം, സാറ് ഒന്ന് വലിച്ചു കയറി തരണം. എവിടെ പോയി സ്ഥലം? ഈ സ്ഥലം നമ്മുടെ കോഴിമൂലയില്ലേ? തെക്ക് കോഴിമൂല നമ്മുടെ അതിർത്തിയാണല്ലോ. അവിടെ അവര് പഞ്ചായത്തിന്റെ അതിർത്തിയാണെന്നും പറഞ്ഞ് അവിടുത്തെ ടാക്സ് അവര് പിടിക്കണത്. പകുതി ഭാഗം നമ്മുടെ ഭാഗത്തേക്കാ കയറി നിൽക്കണേന്നേ. സാറേ, ഞാൻ അബുദാബിയിൽ നിന്ന് വന്നാണ്. വീടിന്റെ കരമടച്ച് എന്റെ നമ്പർ. കരത്തിന്റെ കാര്യം നിസാര കാര്യമല്ലേ. ഇവിടെ കോൺട്രാക്ടറായിട്ട് വേറെ വിഷയം സംസാരിച്ചിരിക്കണം. കുറച്ചേരം നിൽക്കൂ. അപ്പൊ അവിടുത്തെ എവിടെയാണ് ഈ ബോർഡ് വെച്ചേക്കണവര്? നമ്മുടെ കോഴിമൂലയിൽ നിൽക്കുന്ന മാവില്ലേ സൂതൻ സാറേ, ആ മാവിലാണ് ഈ ബോർഡ് ഇരിക്കണത്. അതിന്റെ 3/4% അപ്പുറത്തേക്ക് തള്ളി നിൽക്കണമെന്നും പറഞ്ഞ അവരാണ് ആ ബോർഡിന്റെ ടാക്സ് പിരിക്കണത്. അല്ല, അങ്ങനെ വരാൻ വഴിയില്ല. മണ്ടോദരി മാഡം, നമ്മുടെ കോഴിമുക്കിലുള്ള മാവേ നമ്മുടെ അതിർത്തിയിലാണോ അതോ അപ്പുറത്തെ പഞ്ചായത്തിലാണോ പെടുന്ന? ആ മാപ്പ് നോക്കിട്ട് ഒന്ന് പറഞ്ഞത്. എന്റെ സാറേ, മാപ്പ് നോക്കിയാൽ മാവും പുളിയും ഒന്നും കാണില്ല. ഒരു കാര്യം ചെയ്യാം, ഈ കോൺട്രാക്ടറോട് നമുക്ക് അയാളുടെ നമ്പർ മേടിക്കാം. പാരിജാതന്റെ അടുത്ത് അയാളുടെ നമ്പർ ഉണ്ടല്ലോ അല്ലേ? എന്നിട്ട് അയാളെ നമുക്ക് ഇങ്ങോട്ട് വിളിപ്പിക്കാം. എന്നിട്ട് ഈ ഫ്ലക്സിന്റെ മുകളിൽ പരസ്യം അടിച്ചതിന് 1000 രൂപ നഷ്ടപരിഹാരം അടപ്പിക്കാം അയാളെ കൊണ്ട്. പക്ഷെ അതൊക്കെ റെസീറ്റ് ആക്കുക ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എന്നിട്ട് മാപ്പ് കൊടുത്ത് വിടാം. അയാൾക്കൊരു മാപ്പ്, ഒരു താക്കീത് കൊടുത്തു വിടാം അല്ലേ? അപ്പോഴേ ഒന്നും പേടിക്കണ്ട. കോൺട്രാക്ടർ പോയിക്കോ, ഞാൻ ആ ഫ്ലക്സ് അവിടുന്ന് മാറ്റിച്ചോളാം കേട്ടോ. എനിക്ക് പേടിയൊന്നുമില്ല, തീരുമാനം ഉണ്ടായാൽ മതി. അതൊക്കെ സാറേ, 15 ദിവസം ലീവ് അബുദാബി. എടോ, താൻ ആദ്യം ടൗൺ പ്ലാനറെ കണ്ടിട്ട് ഒക്യുമെന്റ് സർട്ടിഫിക്കറ്റ് റെഡിയാക്ക്, എന്നാലേ കരടയ്ക്കാൻ പറ്റൂ. അങ്ങോട്ട് ചെല്ലേ. അതാ നേരത്തെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. സാറേ, 1000 രൂപ വാങ്ങിക്കും, 200 രൂപ കോൺട്രാക്ടർക്ക് കൊടുക്കും, ബാക്കി 800 രൂപ അവരെടുക്കും. ആര്? താനാരാ? എനിക്ക് 2 വീടുണ്ട്. ഞാൻ അബുദാബിയിൽ നിന്ന് വന്നതാണ് 15 ദിവസത്തെ ലീവിന്. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് എടോ, താൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട. താൻ വന്ന കാര്യം പറയും. ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് വേണം. എവിടെ തന്നെ ഡീറ്റെയിൽ എടുത്ത് നോക്കട്ടെ. ഓഹോ, ഇതിൻ്റെ ആള് താനാണല്ലേ? ഇത് ഞാൻ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ചെറിയ വീടിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് തരാം, വലുത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അയ്യോ സാറേ, 2ഉം വേണം. എനിക്ക് 15 ദിവസത്തെ ലീവേ ഉള്ളൂ. അല്ലെങ്കിൽ അങ്ങോട്ടേക്കുള്ള വിമാന ടിക്കറ്റ് ഞാൻ എടുക്കണം. എന്നാൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കയറി പോകാൻ നോക്ക്. ഇതിപ്പോൾ ചെറുതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം, അത് മേടിച്ച് റവന്യൂ ഇൻസ്പെക്ടർ സത്യശീല സാറിനെ കണ്ട് കരമടച്ച് പോകാൻ നോക്ക്. പക്ഷെ സാറിന്ന് ലീവാ. സാറേ, ചെറിയ വീട് എനിക്ക് വാടകയ്ക്ക് കൊടുക്കാനുള്ളതാണ്. അത് പയ്യെ മതി. വലിയ വീട് അത് എത്രയും പെട്ടെന്ന് കിട്ടണം. കാര്യം അതിൻ്റെ കൃത്യസമയം നോക്കി പാല് കാച്ചി കയറി താമസിക്കാനുള്ളതാണ്. തൻ്റെ സൗകര്യാർത്ഥം പാല് കാച്ച് നടത്താൻ ഇതെന്താ സംബന്ധ വീടാണോ? അതല്ല. അതെ, തൻ്റെ ആ വലിയ വീടുണ്ടല്ലോ, അതിൻ്റെ ഹാള് കഴിഞ്ഞുള്ള റൈറ്റ് സൈഡിലുള്ള റൂമിൻ്റെ ഹൈറ്റും വെന്റിലേഷനും കറക്റ്റ് അല്ല. അവിടെ വെളിച്ചവും വായുവും കടക്കുന്നില്ല. വെളിച്ചമില്ലാത്തത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ജനൽ തുറന്നാൽ കാറ്റ് കിട്ടാത്തത് പടിഞ്ഞാറേ ഭാഗത്ത് വേറൊരു വീട് ഇപ്പുണ്ട്, അതുകൊണ്ട് കാറ്റും കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് ആ വീട് പൊളിച്ചു മാറ്റാനായിട്ടൊരു അപേക്ഷ കൊടുക്കാം. തൻ്റെ വീട്ടിലോട്ട് വായും വെളിച്ചം കിടക്കട്ടെ. കൊടുക്കുന്നോ? അത് വേണ്ട. റോഡിൽ നിന്ന് 3 മീറ്റർ പുറകോട്ട് തള്ളി വേണം വീട് പണിയാൻ. അങ്ങനെയാണോ പണിഞ്ഞിരിക്കുന്നത്? 3 അടി വെച്ചാൽ റോഡിലെത്തും, പിന്നെ എവിടെയായിട്ട് തള്ളും? തൻ്റെ വീടിൻ്റെ തെക്കും വടക്കും ഞാൻ അളന്നു. 1 മീറ്റർ വിട്ട് വേണം കെട്ടാൻ. അതിൽ വടക്ക് ഭാഗത്ത് 1 സെൻറ്റിമീറ്റർ കുറവുണ്ട്.
മാത്രമല്ല തെക്ക് ഭാഗത്താണെങ്കിൽ അടുത്ത വീടിൻ്റെ മതിലിനോട് ചേർത്താ കെട്ടിയിരിക്കുന്നേ. അതെന്റെ അളിയനാണ് സാറേ. ഞാൻ എന്ന് കേട്ടാ മരിക്കും. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ 3 ഫുള്ള് കൊടുത്ത്. അതിൻ്റെ കെട്ടിറങ്ങുമ്പോൾ അളിയൻ പരാതിയായിട്ട് ഇങ്ങനെ വരും. സാറേ ഇതൊന്നും പൊളിക്കാതെ എനിക്ക് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് താ സാറേ. ഇതൊന്നും പൊളിക്കാതെ ഒന്നും ഇളക്കാതെ 15 ദിവസത്തെ ലീവ്. അതെ, ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകണമെങ്കിൽ വിമാന ടിക്കറ്റ് സ്വന്തം ചെലവിൽ. അബുദാബി തിരുവനന്തപുരം വിമാന ടിക്കറ്റ് എത്ര രൂപ ചാർജ്? 15. അതിൽ ഞാനൊരു 5000 രൂപ കുറച്ച് തരാം. സാറിന് ട്രാവൽ ഏജൻസി ഉണ്ടോ? എടോ ഒരു 10000 രൂപ താ കൊണ്ടുപോവാ. തൻ്റെ 2 വീടിൻ്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. ഇപ്പം ഏതാണ്ട് കാര്യങ്ങളൊക്കെ ബോധ്യമായോ? എത്ര? 10000 രൂപ കൊണ്ടുവരുമെങ്കിൽ സർട്ടിഫിക്കറ്റ് തരാം. അപ്പുറത്തെ 1000ൻ്റെ കണക്ക് താൻ നന്നായിട്ട് കേട്ടല്ലോ. തന്നോട് പറഞ്ഞ 10000ൻ്റെ കണക്ക് തനിക്ക് മനസ്സിലായില്ല അല്ലേ?